ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ആർ ബി ഐയുടെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൈമറി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഈ മോണിറ്ററി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീനൊക്കെ ഉണ്ടാക്കുക, അത് റെഗുലേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് അത് പ്രൈമറി കീ റോൾ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ റോൾ ഇൻസ്പെക്ഷൻ ഓഫ് ബാങ്ക്സ്. ഇവിടെ ആർ ബി ഐക്ക് പവറുണ്ട് ബാങ്ക്സിനെ ഇൻസ്പെക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് പോളിസി അല്ലെങ്കിൽ ഈ പൊതു താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിച്ച് അത് റെഗുലേറ്റ് ചെയ്യിപ്പിക്കാനും ഉള്ള പവേഴ്സ് ആർ ബി ഐക്ക് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത റെഗുലേറ്ററി റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ ആർ ബി ഐ ഓരോ ബാങ്ക്സിനെ സ്ഥിരപ്പെടുത്താനായിട്ട് സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കൊടുക്കാം, ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കാം, അതുപോലെ തന്നെ ലിക്വിഡിറ്റി റിസർവ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഓരോ ബാങ്കും അവരുടെ ബ്രാഞ്ചസും അതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് എഫക്റ്റീവ് ആക്കാൻ നോക്കും. അതുപോലെ തന്നെ ഓരോ ബാങ്കിങ് കമ്പനീസിൻ്റെ അമാൽഗമേഷൻ, റീകൺസ്ട്രക്ഷൻ, ലിക്വിഡേഷൻ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് ആർ ബി ഐയുടെ റോള്. അടുത്തത് ആൻറ്റി മണി ലോണ്ടറിങ് അണ്ടർ പി എം എൽ എ. അപ്പോൾ പി എം എൽ എയുടെ കീഴിൽ ആർ ബി ഐ ഈ പറയുന്ന സെല്ലുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അതായത് ആൻറ്റി മണി ലോണ്ടറിങ് സെൽ, പിന്നെ കോമ്പാക്റ്റിംഗ് ഫിനാൻസിങ് ഓഫ് ടെററിസം CFT, അങ്ങനത്തെ സെല്ലിനെ രൂപീകരിക്കാനായിട്ട് ആർ ബി ഐ സഹായിക്കും. അപ്പോൾ CFTയും ഈ പറഞ്ഞ AML സെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കായിട്ടും ഗ്ലോബലായിട്ടും ഈ പറയുന്ന മണി ലോണ്ടറിങ് ട്രാക്ക് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഈ ബോർഡ് ലെവൽ ആൾക്കാരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യണതും അവരെ നിരീക്ഷിക്കുന്നതും അതൊക്കെ ആർ ബി ഐ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ ചെയർമാൻ, MD, ഹോൾ ടൈം ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യണതും സമയത്തിന് റിമൂവ് ചെയ്യണതും ഈ ആർ ബി ഐ ആണ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആ കോമ്പോസിഷൻ, ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതും ഈ ആർ ബി ഐ ആണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടേഴ്സ് അവരുടെയൊക്കെ സാലറീസ്, റെമ്യൂണറേഷൻ, സൂപ്പർആനുവേഷൻ ബെനിഫിറ്റ്സ്, അലോവൻസ് ഒക്കെ നിശ്ചയിക്കുന്നതും ഫിക്സ് ചെയ്യണതും ഈ ആർ ബി ഐ ആണ്. അടുത്തത് ഈ നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്, നോൺ വർക്ക്മെൻ ഡയറക്ടേഴ്സ്, പിന്നെ ആർ ബി ഐയുടെ നോമിനി ഡയറക്ടേഴ്സ് അവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നതും ആർ ബി ഐ പറഞ്ഞിട്ടാണ്. അടുത്ത ലൈസൻസിങ് ഓഫ് ബ്രാഞ്ചസ്, അതായത് ഇപ്പം പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ ഈ ആർ ബി ഐയുടെ ഈ ലൈസൻസ് വേണം അല്ലേ. ആർ ബി ഐയിൽ നിന്ന് ലൈസൻസ് കിട്ടിയാലേ നമുക്ക് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രാഞ്ചസൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓഫീസൊക്കെ അടച്ചു പൂട്ടണമെങ്കിലും ആർ ബി ഐയുടെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ സമയത്തിന് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസിയൊക്കെ പുതുക്കണതും റിവ്യൂ ചെയ്യണതെല്ലാം ഈ ആർ ബി ഐ ആണ്. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചസിലുള്ള സകല കാര്യങ്ങളും ഈ ഡാറ്റാബേസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഡാറ്റാബേസ് അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആർ ബി ഐ ആയിരിക്കും. ഇനി അടുത്ത ബാങ്കിങ് പോളിസി. ഈ ആർ ബി ഐ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണ് പുതിയ പോളിസീസ് ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പോളിസീസ് ഇവർ ഫോർമുലേറ്റ് ചെയ്യും, സമയത്തിന് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണെന്ന് നോക്കാം. ക്യാപിറ്റൽ അഡിക്വസി, ഇൻകം റെക്കഗ്നിഷൻ, അഡ്വാൻസ് പോർട്ട്ഫോളിയോ, ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ, ക്രെഡിറ്റ് എക്സ്പോഷർ ലിമിറ്റ്സ്, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, പിന്നെ ബേസിൽ 2 ഫ്രെയിംവർക്ക്, പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം NPA. അപ്പോൾ ഈ പറഞ്ഞ മാറ്റേഴ്സിലൊക്കെ ഇവർ പോളിസീസ് ഓരോന്ന് ഇഷ്യൂ ചെയ്യും, ഗൈഡ് ലൈൻസ്, ക്ലാരിഫിക്കേഷൻസൊക്കെ ഇവർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ് ടു ബാങ്ക്സ്, അതായത് ബാങ്കുകൾക്ക് ഓരോ നിർദ്ദേശം കൊടുക്കുക. ഓക്കെ, അതായത് സമയത്തിന് ബാങ്കുകൾക്ക്, അതായത് പല ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഉണ്ടാവും, ആ ഓരോ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യണം, എന്തോരം എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അഡീഷണൽ ഇൻട്രസ്റ്റ്, ബ്രോക്കറേജ് ഫീസ്, അതൊക്കെ ഈ ആർ ബി ഐ ആണ് ഓരോ ബാങ്കിൻ്റെ അടുത്ത് നിർദ്ദേശിക്കുന്നത്. അതിൽ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണതും, അതുപോലെ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതും, ഇപ്പോൾ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യണോ വേണ്ടേ, അതൊക്കെ തീരുമാനിക്കുന്നത് ആർ ബി ഐ ആണ്. ഓക്കെ, ഇനി അടുത്ത കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ, അതായത് ഡിഫോൾട്ടിംഗ് ബോറോവേഴ്സ്, അതായത് കടം വീട്ടാൻ പറ്റാത്ത ബോറോവേഴ്സ് ഉണ്ടാവും, അവരെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഓരോ ബാങ്കുകളും കളക്ട് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അതുപോലെ തന്നെ ഡിഫോൾട്ടിംഗ് ബോറോവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതും, അതായത് ഡോട്ട്ഫുൾ അല്ലെങ്കിൽ ലോസ് ഡിഫോൾട്ടിംഗ് ബോറോവേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതും ഈ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം. ഓക്കെ, അടുത്തത് ഓവർസീയിങ് ഇന്ത്യൻ ബാങ്ക്സ് ഓപ്പറേഷൻസ് എബ്രോഡ്, അതായത് ഇന്ത്യൻ ബാങ്ക്സിലുള്ള ഈ ഓവർസീസ് ബ്രാഞ്ചസ് ഉണ്ടാവും, അത് എബ്രോഡിലായിരിക്കും എന്തായാലും അവർ ബാങ്കിങ് ബിസിനസ്സൊക്കെ ചെയ്യണത്. അപ്പോൾ അത് റിലേറ്റഡ് വരുന്ന ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നതും പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതെല്ലാം ആർ ബി ഐ ആണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പുറത്ത്, ഓവർസീസ് ബാങ്കിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട്
ചിലപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ചസ് ചിലപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചസ് ചിലപ്പോൾ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യേണ്ട ചുമതല RBIക്ക് ഉണ്ട്. അതുപോലെ പുതിയ പുതിയ പ്രൊപ്പോസൽസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നതും ഈ RBI ആണ്. അതുപോലെ ഏതെങ്കിലും ഫോറിൻ കമ്പനീസായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ്സ് ഒക്കെ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പ്രൊപ്പോസൽസൊക്കെ അപ്രൂവ് ചെയ്യേണ്ട ചുമതല RBIക്ക് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഓതറൈസേഷൻ ഫോർ ഡീലിംഗ് ഇൻ പ്രീഷ്യസ് മെറ്റൽസ്, ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം, ഗോൾഡ് ഇമ്പോർട്ട് സ്കീംസ്. അപ്പോൾ അത് സംബന്ധിച്ചായിട്ടുള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ വേണ്ടിയിട്ടുള്ള പോളിസിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ കീഴിൽ എത്ര ഗോൾഡ് അക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അത് എത്രമാത്രം ഇമ്പോർട്ട് ചെയ്യണം, അതൊക്കെ ബാങ്കിൻ്റെ അടുത്ത് നിർദ്ദേശിക്കുന്നത് ഈ RBI ആണ്. ഇനി അടുത്ത ഓവർസീയിങ് ആൻഡ് മോണിറ്ററിങ് ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റ്സ്. അപ്പോൾ ഈ ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റ്സിനെ സ്ഥാപിക്കുന്നതും അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്നതും RBI ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ ഈ ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റ്സിനെ സ്ഥാപിക്കുന്നതും അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നതും അത് റിലേറ്റഡ് വരുന്ന പോളിസീനെ ഫോർമുലേറ്റ് ചെയ്യുന്നതും പിന്നെ സമയത്തിന് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നതും RBIയുടെ ചുമതലയാണ്. ഞാൻ അടുത്തത് മോണിറ്ററിങ് ആൻഡ് പോളിസി മേക്കിംഗ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ്. അപ്പോൾ RBI ഈ പറഞ്ഞ 3 കാര്യത്തിൽ, അതായത് പോളിസി ഡെസ്ക്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഡെസ്ക്, പിന്നെ ഇൻഡസ്ട്രിയൽ റീഹാബിലിറ്റേഷൻ ഡെസ്ക്, ഈ പറയുന്ന കാര്യത്തിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഓരോ സമയത്തിന് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാനും പിന്നെ അതിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് RBI ആണ്. ഞാൻ അടുത്തത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റെഗുലേഷൻസ്. ഈ പറഞ്ഞ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ഇതിനകത്ത് കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അതിനൊക്കെ വിശദീകരിക്കുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഓരോ റൂൾസ്, റെഗുലേഷൻസ്, അമെൻമെൻറ്റ്സ് അതിനൊക്കെ ഉണ്ടാക്കുന്നതും ഓരോ കാര്യം വരുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണതും RBI ആണ്. ഞാൻ അടുത്ത ഗ്രാൻഡിങ് എക്സംഷൻസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ അകത്ത് കുറേ പ്രൊവിഷൻസും കുറേ എക്സംഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ എക്സംഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ ആപ്ലിക്കേഷൻസ് പൂരിപ്പിച്ചിട്ട് RBIക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ എക്സംഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഡീൽ ചെയ്യേണ്ട ചുമതല RBIക്ക് ഉണ്ട്. ഇനി അടുത്ത റോൾ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അതിൻ്റെ അകത്തും RBIക്ക് നല്ല റോളുണ്ട്. അത് ഫെമ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി RBIനെ വേണമെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ RBI ലോൺസ് കൊടുക്കും, അഡ്വാൻസ് കൊടുക്കും, അങ്ങനെ. ഇനി അടുത്തത് ബാങ്കേഴ്സ് ടു ഗവൺമെൻറ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും RBI എന്ന് പറയുന്നത് ഒരു ബാങ്കറാണ്. ഓക്കെ, ഗവൺമെൻറ് സംബന്ധിച്ച്. കാരണം അവർ ലോൺസ് ഗവൺമെൻറ്റിന് കൊടുക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് പകരമായിട്ട് അവർ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അക്കൗണ്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് സൂക്ഷിച്ചു വയ്ക്കുന്നതും RBI ആണ്. അടുത്ത ഓവർസീ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും പേയ്മെൻറ്റോ സെറ്റിൽമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് സംബന്ധിച്ചായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ചുമതല RBIക്കാണ്.